വെബ് സീരീസ് കണ്ടു കഴിഞ്ഞ ദിവസം. അപ്പോൾ അതൊരു കഥയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലോജിക്കിനെ നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ആലോചിച്ചത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും റിയൽ ലൈഫിൽ ചെയ്താൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർത്താണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. കഥ ഇത്രേ ഉള്ളൂ. ഒരു ഷെഫ്, ഒരു കസ്റ്റമർ, ഒരു റൂം സർവീസ് ബോയ്. ഷെഫും റൂം സർവീസ് ബോയും തമ്മിലുള്ള ഒരു ക്ലാഷ്. അവിടെ ഈ റൂം സർവീസ് ബോയിന് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷെഫ് കസ്റ്റമർക്ക് അലർജി ഉള്ള ഒരു എന്തോ പീനട്ടോ അങ്ങനെ എന്തോ ഒന്ന് പൊടിച്ചിട്ട് മെയിൻ കോഴ്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതറിയാതെ അദ്ദേഹം കഴിക്കുന്നു. അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആവുന്നു. ഇവിടെ വളരെ സില്ലി ആയിട്ടാണ് അദ്ദേഹം ഫുഡ് അലർജി ഉണ്ട് എന്ന് നേരത്തെ തന്നെ എഴുതി കൊടുത്തിരുന്ന ഈ പീനട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ രണ്ടുപേരുടെ തർക്കത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അടുത്തൊരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമതൊരാളെ ബലിയാടാക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? ഏറ്റവും നിസ്സാരവൽക്കരിച്ചിരിക്കുകയാണ് ഈ ഫുഡ് അലർജിനെ. ഞാൻ ആദ്യമേ പറഞ്ഞത് ഒരു കഥയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ലോജിക്കിലേക്ക് കടക്കണ്ട. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു കളിയായിട്ടോ അല്ലെങ്കിൽ ഒരു പക തീർക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ഇത് കഴിച്ചാൽ സംഭവിക്കുക എന്നറിയാനൊക്കെ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പറ്റാത്തൊരു ഫുഡ് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതായിരിക്കും. അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ അവർക്ക് അലർജിയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുക, അവരെ അത് പറഞ്ഞ് ചതിക്കാതിരിക്കുക. ഒരു കാരണവശാലും നമുക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇതിൽ അടങ്ങിയിട്ടില്ല എന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദയവേത് അത്തരം ഫുഡുകൾ ഓഫർ ചെയ്യാതെ ഇരിക്കാം. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.